ദക്ഷിണ കന്നഡ ജില്ലയിലെ മംഗളൂരു താലൂക്കിലെ ബെങ്കരെ കസബ പ്രദേശം ഗുരുപുര, ഫൽഗുണി, നേത്രാവതി നദികൾ സംഗമിക്കുന്ന തീരപ്രദേശമാണ്. പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് ഫൽഗുണി നദി, കടലിലും നദിക്കും ഇടയിൽ ചുറ്റപ്പെട്ട ദ്വീപ് പ്രദേശമായതിനാൽ പ്രത്യേക വൈജ്ഞാനിക സവിശേഷതകൾ ഉള്ള മനോഹരമായ പ്രദേശമാണ് ബെങ്കരെ കസബ. വടക്ക് ഭാഗത്ത് കടലും നദിയും സംഗമിക്കുന്ന മനോഹരമായ അഴിമുഖം വിനോദസഞ്ചാരികളുടെ കണ്ണാകർഷിക്കുന്നതിനാൽ ഇവിടെ തെക്ക് ഭാഗത്ത് ട്രീ പാർക്ക്, ഫാത്തിമ ബീച്ച്, തണ്ണീർബാവി ബീച്ച് എന്നിവക്ക് സമീപത്തുള്ളതിനാൽ തീരദേശത്തിന്റെ സ്വർഗം എന്ന് വിളിക്കാവുന്ന സ്ഥലമാണ് ഈ ബെങ്കരെ കസബ. സുന്ദരമായ സൗഹാർദ്ദത്തിന്റെ നാട്, കഠിനാധ്വാനികളുടെ നാടാണ് ബെങ്കരെ. ജോലി ചെയ്യുന്നതിലും കളിയിലും മുന്നിലാണ്. നിരവധി കായിക താരങ്ങളെ വളർത്തിയ നാടാണ് ബെങ്കരെ കസബ. ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഈ പ്രദേശത്ത് മത്സരങ്ങൾ സ്ഥിരമായി നടക്കാറുണ്ട്. ബെങ്കരെ കസബയിലെ നിരവധി കായിക താരങ്ങൾ കോളേജ് തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഫുട്ബോൾ കളിച്ചിട്ടുള്ള മഹത്വം ബെങ്കരയ്ക്കുണ്ട്. ബെങ്കരെ കസബ പ്രദേശത്ത് മുസ്ലിം സമുദായക്കാർ കൂടുതലായിരിക്കുമ്പോൾ സമീപത്തുള്ള തോട്ട ബെങ്കരയിൽ ഹിന്ദു സമുദായക്കാരാണ് കൂടുതലുള്ളത്. പരസ്പരം സൗഹാർദ്ദത്തിലൂടെ ജീവിക്കുന്ന ഇവർ മംഗളൂരു തുറമുഖത്ത് ഒരുമിച്ച് ഐക്യത്തോടെ ജോലി ചെയ്യുന്നു. ബെങ്കരെ കസബ പ്രദേശത്തിന്റെ പ്രത്യേക സൗന്ദര്യമാണ് നദികടക്കൽ. നദി കടക്കാൻ ബോട്ടിൽ യാത്ര ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രത്യേക സൗന്ദര്യം. വിനോദസഞ്ചാരികൾക്ക് അത് ഒരു ആനന്ദമായാൽ നാട്ടുകാർക്ക് അത് ദിനം പ്രതി നടക്കുന്ന പതിവ് യാത്രയാണ്. ബോട്ടിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് സഞ്ചരിക്കുന്ന സന്തോഷം വേറെ തന്നെയാണ്. മംഗളൂരു നഗരത്തിന്റെ മംഗലാപുരം ആ ഒരു സിറ്റിയിലെ ഹൃദയഭാഗത്തിൽ നിന്ന് കസബ ബെങ്കരയിലേക്കുള്ള ബോട്ട് യാത്ര ഒരു സാധാരണ യാത്രയല്ല, മറിച്ച് മനസ്സിൽ എന്നും ഓർമ്മയായി നിലനിൽക്കുന്ന ഒരു അനുഭൂതിയാണ്. മംഗളൂരു തുറമുഖത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്രയിൽ നദിയും കടലും ഒരുമിച്ച് ചേരുന്ന അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഗുരുപുരയും നേത്രാവതിയും നദികളുടെ ജലപ്രവാഹം അറബിക്കടലിലേക്ക് ലയിക്കുന്ന പ്രദേശത്തിലൂടെയാണ് ബോട്ട് സഞ്ചരിക്കുന്നത്. ബോട്ട് നീങ്ങുമ്പോൾ ഒരു വശത്ത് മംഗളൂരു നഗരത്തിന്റെ ഉയർന്ന കെട്ടിടങ്ങളും തുറമുഖത്തിന്റെ ചലനങ്ങളും കാണാം. മറുവശത്ത് ശാന്തമായ ജലനിരയും പച്ചപ്പാർന്ന തീരങ്ങളും യാത്രക്കാരുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. കടലിന്റെ ഉപ്പുഗന്ധവും നദിയുടെ തണുത്ത കാറ്റും ചേർന്നൊഴുകുന്ന കാറ്റ് ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖാനുഭവം നൽകുന്നു. ബോട്ടിന്റെ നേരിയ ചലനവും ജലത്തിൽ ഉണ്ടാകുന്ന ചെറിയ തരംഗങ്ങളും യാത്രയെ കൂടുതൽ രസകരമാക്കുന്നു. ബെങ്കരെ എന്നത് സ്വർണം എന്നർത്ഥം. ഇവിടെ തൊഴിലാളികളും കഠിനാധ്വാനികളും കൂടുതലായി താമസിക്കുന്ന പ്രദേശമാണ് ബെങ്കരെ. സഹായം തേടി വരുന്നവരെ ഒരിക്കലും കൈവിടാത്ത പിന്തുണച്ചവരാണ് ഇവിടുത്തെ ജനങ്ങൾ. ദുരന്തത്തിൽ ആയവരെ സഹായിക്കാൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്നവരാണ് ഈ തൊഴിലാളികൾ. ബെങ്കരെ പ്രദേശം പല പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ, ജനജീവിതം പ്രതിസന്ധിയിലായപ്പോൾ ഐക്യത്തോടെ ശബ്ദമുയർത്തി സമരത്തിലിറങ്ങിയതാണ് ബെങ്കരെ കസബയിലെ ജനങ്ങൾ. ബെങ്കരെ ഇനിയും കൂടുതൽ സൗന്ദര്യമാകണം, കൂടുതൽ വികസിക്കണം. കായികം, സമാധാനം, സൗഹാർദ്ദം, വികസനം എന്നീ വഴികളിലൂടെ മുന്നേറട്ടെ ബെങ്കരെ. സ്നേഹിച്ചാൽ ചങ്ക് മാത്രമല്ല കരളും കൽബും പിറച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ നാടാണ് കസബ ബെങ്കരെ. ഏവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നല്ലൊരു കൈയടി. ഗ്രീൻ ലയൺസ് ക്രിക്കറ്റേഴ്സ് ബെങ്കരെ നടത്തി വരുന്ന 20ാം ആനുവൽ സെലിബ്രേഷൻ, 20ാം വർഷത്തിലെ മികച്ച രീതിയിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അടുത്തതായി കമന്ററി ചെയ്യാനായി മജീദ് മല്ലൂർ അദ്ദേഹത്തെ ആദരപുരസ്സരം സ്വാഗതം ചെയ്യുന്നു.